ഹലോ ഗൈസ്, ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷനിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ അയൺ ഫാം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഈ അയൺ ഫാം ഉണ്ടാക്കേണ്ട ആദ്യം നമ്മൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ചൂസ് ചെയ്യണം. സോ ഏരിയ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർഫസിനെക്കാളും മുകളിലേക്ക് ഇതുപോലെ ബ്ലോക്കുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള കുഴികൾ നമ്മുടെ ഫാമിൻ്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. സോ ഉണ്ടെങ്കിൽ ആ കുഴിയിൽ അയൺഗോളം പോയി സ്പോൺ ആവും. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഈ ഫാം നിൽക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് ഒരു ഏരിയ ചൂസ് ചെയ്യണം. സോ എൻ്റെ ഫാം ഇവിടെ ആയിട്ടാണ് വരിക. സോ അതിൻ്റെ ഒരു കോർണറിലേക്ക് നമ്മൾ വരണം. സോ കോർണറിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഒരു 3 ബ്ലോക്ക് ഇതുപോലെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 3 ബ്ലോക്കിൻ്റെ ആഴം, അതായത് ഡെപ്ത് നമ്മൾ 7 ബ്ലോക്കാക്കി കൊടുക്കണം. കേസ് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മുടെ ഫാം ഏകദേശം വരിക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കോർണറിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലുള്ള ഒരു 9 ബ്ലോക്ക്സ് നമ്മൾ താഴെ പോയി ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ, സോ ഈ ഒരു 9 ബ്ലോക്ക് അടുത്തൊരു 9 ബ്ലോക്ക് കൂടി ബ്രേക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇവിടെ 3 ബെഡ് പ്ലേസ് ചെയ്യണം. ഓക്കെ, സോ 3 ബെഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു 9 ബ്ലോക്ക് കൂടി ബ്രേക്ക് ചെയ്യാം. ഗൈസ്, അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആയിട്ടൊരു ടെമ്പററി ബ്ലോക്ക് പ്ലേസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മേലെ ആയിട്ടൊരു ട്രാപ്പ് ഡോർ കൂടി ഇതുപോലെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടെമ്പററി ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് ഈ ട്രാപ്പ് ഡോറിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ സ്ലാബ് വെച്ചെടുക്കണം. ഓക്കെ, ഒരു സ്ലാബ് ഇവിടെയും ഒരു സ്ലാബ് ഇവിടെയും. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു 9 ബ്ലോക്ക് ഒന്നുകൂടി ബ്രേക്ക് ചെയ്യാം. ഇനി ഒരു ട്രാപ്പ് ഡോറിൻ്റെ അടിയിലായിട്ട് ഒരു ടോർച്ചോട് പ്ലേസ് ചെയ്യാം. ഇനി ഇവിടെ ആയിട്ട് നമ്മുടെ സോംബിനെ എടുത്താൽ ഒരു ബോട്ടോട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി ഉണ്ടാക്കണം. സോ ഇതുപോലെ മേലേക്ക് ഡിഗ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ കില്ലിംഗ് ചാമ്പർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ കുഴിച്ച് 3 ബ്ലോക്കിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു 5 ബ്ലോക്ക് ഇതുപോലെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 1 2 3 4 5. ഓക്കെ, സോ 5 ബ്ലോക്ക് ഇതുപോലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ആ സോംബിയുടെ ആ ഒരു ചാമ്പറിൻ്റെ ഏരിയയിലേക്ക് ഒരു 8 ബ്ലോക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 8 ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 8. ഓക്കെ, 9. ഓക്കെ, ടോട്ടൽ 9 ബ്ലോക്ക് വേണം. സോ ഇനി നമുക്ക് ഈ ഒരു 2 കോർണറും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, കോർണർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിലുള്ള ഈ ഒരു ബ്ലോക്സ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ താഴെ നിന്നും ഒരു ലെയർ എടുക്കണം. അപ്പോൾ ഇത്രയും ചെയ്തതോടെ നമ്മുടെ ഫാമിൻ്റെ ഈ കുഴിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് ഇതിനുള്ള ഒരു കളക്ഷൻ സിസ്റ്റം ഉണ്ടാക്കണം. സോ അതിനായിട്ട് നമ്മൾ ഈ ഒരു 2 ഹോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു സെൻറ്ററിലുള്ള ബ്ലോക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ എന്നിട്ട് അവിടെ ആയിട്ടൊരു ഹോപ്പർ വെച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു ഹോപ്പറിൻ്റെ ഫ്രണ്ടിലുള്ള ബ്ലോക്സ് ഇതുപോലെ ബ്രേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഒരു ലെയറൂടെയും ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആയിട്ടൊരു ഡബിൾ ചെസ്റ്റ് ഇതുപോലെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ചെസ്റ്റിൻ്റെ മേലായിട്ട് ഒരു അപ്സൈഡ് ഡൗൺ ഒരു സ്റ്റെയർ വെച്ചെടുക്കണം. സോ സ്റ്റെയർ ഒരു സോളിഡ് സ്റ്റോണിൻ്റെ സ്റ്റെയർ എടുക്കുക, വുഡൻ സ്റ്റോൺ എടുക്കരുത്, വുഡൻ സ്റ്റെയർസ് എടുക്കരുത്. സോ ഇതിന് മേലെ ഒരു ഡേർട്ട് ബ്ലോക്ക് കൂടി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു മേലായിട്ട് ഒരു ട്രാപ്പ് ഡോർ വെച്ചെടുക്കാം. സോ നമുക്ക് ഇതിങ്ങനെ തുറന്നു അടച്ചു നമുക്ക് ഈ ചെസ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലാവ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു സ്റ്റെയറിൻ്റെ മേലായിട്ടൊരു സൈൻ ബോർഡ്, അതിനുശേഷം അതിൻ്റെ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ഒരു വി പോലെ നമ്മളിങ്ങനെ സൈൻ ബോർഡ് വെക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്രൗച്ച് ചെയ്തിട്ട് ഈ സൈൻ ബോർഡിൻ്റെ മേലായിട്ട് വേറൊരു സൈൻ ബോർഡ് വെക്കണം. എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് വന്നിട്ട് ഈ രണ്ടാമത്തെ സൈൻ ബോർഡിൻ്റെ മേലെ വേറൊരു സൈൻ ബോർഡ് വെക്കണം. ഇങ്ങനെ സൈഡിലായിട്ട് ക്രൗച്ച് ചെയ്തതിന് ശേഷം ഒരു പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് കൂടി വരും. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ലാവ ബക്കറ്റ് പ്ലേസ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ആയിട്ട് ലാവ കൂടി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ എവിടേക്ക് ഒലിച്ച് പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. ഇനി നമ്മൾ ആ ലാവ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 2 കോർണറിൽ ഇതുപോലെ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ
ഈ ഒരു ഹോപ്പറിൻ്റെ മേലെ വന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ആവും. ഓക്കെ, സോ അവിടെ സ്റ്റോപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നേരെ ചെയ്ത് തെറ്റാണെന്നാണ് അർത്ഥം. സോ നമുക്ക് ഇനി നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം, അതേപോലെ തന്നെ സോംബീനെ കൊണ്ടുവരണം. വില്ലേജേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഇതുപോലൊരു സ്റ്റെയർ ആദ്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം. സോ വില്ലേജേഴ്സിന് ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു സ്റ്റെയർ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. സോ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ പറ്റിയ ടൈം നൈറ്റ് ടൈമാണ്. ഓക്കെ, സോ ഒരു 3 വില്ലേജേഴ്സിനെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു താനെ അതിലേക്ക് ഇറങ്ങി പോയിക്കോളും. സോ നൈറ്റ് ആണെങ്കിൽ ഓക്കെ അവരെ ബെഡിൽ പോയി ഉറങ്ങും. എന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. ഗൈസ്, സോ ഇനി ഒരു സോംബീനെ എങ്ങനെയാണ് സർവൈവലിൽ കൊണ്ടുവരേണ്ടതെന്ന് കാണിച്ചു തരാം. സോ ഒരു സോംബീനെ നമ്മൾ ഈ ഒരു ഫാമിലി അടുത്ത് കൊണ്ടുവന്നാൽ അത് അങ്ങനെ ഇറങ്ങി പോയിക്കോളും. സോ നമ്മൾ ദൂരേക്ക് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ അത് ഇറങ്ങി പോകേണ്ടതാണ്. ഓക്കെ, സോ ഇതിങ്ങനെ കയറി വരികയാണെങ്കിൽ ഒന്നുകൂടി ദൂരേക്ക് ഓടിപ്പോവാ. കുറച്ച് നല്ലോണം ദൂരേക്ക് ഓടിപ്പോയിട്ട് ഇനി തിരിച്ച് പോയി നോക്കിക്കഴിഞ്ഞാൽ സോ ആ സോംബി ഓക്കെ ആ ബോട്ടിൽ പോയിട്ട് ആ സോംബി ഇപ്പോൾ ഇരുന്നിട്ടുണ്ട്. സോ നമ്മുടെ ഒരു അയൺ ഗോളം സ്പോൺ ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ ക്രിയേറ്റീവായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം നമ്മുടെ ഫാമിന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ പുറത്തേക്ക് ഓടിപ്പോയ വില്ലേജറിനെ കൊല്ലണം. സോ ഇവനെ നമുക്ക് കില്ല് ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഒരു സോംബി വില്ലേജറിനെ നമുക്ക് കില്ല് ചെയ്യാം. സോംബി വില്ലേജറിനെ കില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ട്രാപ്പ് ഡോർ ഈ ഒരു മുകളിലായിട്ട് വെക്കുക. ഓക്കെ, ഈ ഒരു സ്ലാബിൻ്റെ മുകളിലായിട്ട് ട്രാപ്പ് ഡോർ വെക്കുക. ഓക്കെ, ഈ ഒരു സൈഡിലായിട്ടാണ് ട്രാപ്പ് ഡോർ വെക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില്ലേജറിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. സർവൈവലാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരണ്ട. സോ ആദ്യം തന്നെ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ ഗൈസ്, അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ബോട്ട് കുറച്ചുകൂടി ഇപ്പുറത്തായിട്ട് പാർക്ക് ചെയ്യാം. അതായത് കുറച്ചുകൂടി സൈഡിലേക്ക് നീക്കി വെക്കാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ വില്ലേജേഴ്സ് ഇപ്പോഴും പാനിക് ആവുന്നുണ്ട് എന്ന സോംബിക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്പും ഫോളോ ചെയ്യണം. ഗൈസ്, അടുത്തതായിട്ട് നമ്മുടെ സോംബിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പേര് നെയിം ടാഗ് യൂസ് ചെയ്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ സോംബി ഡീസ്പോൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു കുഴിയൊക്കെ കവർ ചെയ്യാം. സോ ഇപ്പം നമ്മുടെ ഫാമിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ അയൺ ഗോളം സക്സസ്ഫുൾ ആയിട്ട് സ്പോൺ ആവുന്നുണ്ട്. സോ ഇവിടെ ഡ്രോപ്പ് ഫുള്ള് നമുക്ക് ഇവിടെ വന്നിട്ടും ഉണ്ട് എന്ന് കാണാം. ഗായ്സ്, അപ്പം നിങ്ങൾ ഈ ഗെയിമിലുള്ള എല്ലാ കുഴിയിലും ചെന്ന് ചാടുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സോ ഈ ഒരു കില്ലിംഗ് ചാമ്പർ ചുറ്റും സ്റ്റോൺ വാൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും വുഡ് അല്ലാത്ത ഏതെങ്കിലും ഒരു വാള് പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ ചുറ്റും എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നുണ്ടോന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ താഴേക്ക് കുഴിക്കാതിരുന്നാൽ മതി. ഓക്കെ, മുകളിലായിട്ട് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഗൈസ്, അടുത്തതായിട്ട് ഏത് ഫാമിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. സോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.